الحمد لله الملك الجواد حمدا وافيا دائما أبدا الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى الطباع لهم بخير ورشاد اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون صدق الله العلي العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ ഇരുത്തം അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. മുന്നിൽ നിന്ന് വന്നുപോയ സർവ്വവിധ പാപങ്ങളും അല്ലാഹു അഫ്വ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിലെ മൺമറഞ്ഞുപോയ ബന്ധുമിത്രാദികൾ ദുആ കൊണ്ട് കടപ്പെട്ടവരെ അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ലുഖ്മാനിലെ ചർച്ച നാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഹ്സിനീങ്ങൾ ആരാണ് എന്നതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലദീന യുഖീമൂന സ്വലാത്ത്, നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നവർ, നിലനിർത്തുന്നവർ, അവരാണ് മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞു. അവർ മുഹ്സിനീങ്ങളാവാനുള്ള കാരണം, നിസ്കാരത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ഇഹ്സാനാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ഒരു റിസൾട്ട് എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും ആ നിസ്കാരം അവനെ തടഞ്ഞു നിർത്തുന്നു എന്നതാണ്. ആ വിധത്തിൽ ഒരു നിസ്കാരം നമുക്ക് ലഭിക്കാറുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടതുമാണ്. നമ്മുടെ നിസ്കാരം കഴിഞ്ഞാൽ നാം നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പലരെയും ഗീബത്ത് പറഞ്ഞു നമീമത്ത് പറഞ്ഞുമാണ് ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ ആ നിസ്കാരം ഫലവത്തായിട്ടില്ല. നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് നേരെ സിനിമ കാണാനാണ്. നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നേരെ സിനിമ കാണാനാണ് പോകുന്നത്, നേരെ ബാങ്കിലേക്കാണ് പോകുന്നത്, നേരെ ചാറ്റിംഗ്, മറ്റുള്ളവരെ സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ത് എന്ന ചോദ്യം നിൽക്കുമ്പോഴാണ് ആ നിസ്കാരമായിട്ടുണ്ടോ ഇല്ലേ എന്ന് നാം വിലയിരുത്തേണ്ടത്. അല്ലാഹു നമ്മുടെ നിസ്കാരമെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അത്തരത്തിലുള്ള നിസ്കാരമാവണമെങ്കിൽ ഇന്നലെ നാം പറഞ്ഞു നിർത്തിയതിൽ നിന്നും തുടരുന്നു. ഖുശൂഉള്ള നിസ്കാരമാവണം, ഖുശൂഉള്ള നിസ്കാരമാവണം. പള്ളിയുടെ ഭിത്തി പോലും അടർന്നു വീണിട്ടറിയാത്ത നിസ്കാരം, തൻ്റെ കാലിലേറ്റ മുറിവ് പോലും ശുശ്രൂഷിച്ചിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അറിയാത്ത നിസ്കാരം, ആ നിസ്കാരമാണ് നിസ്കാരം. അതാണ് ഖുശൂഉള്ള നിസ്കാരം. ആ ഖുശൂഅ് അത്രത്തോളം നമുക്കില്ലെങ്കിലും ഖുശൂഅ് കൈവരാനുള്ള പല കാര്യങ്ങളും കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്കും ഖുശൂഅ് ലഭിക്കും. നിസ്കാരത്തിലേക്ക് നിന്നതിന് ശേഷം ചില ആളുകൾ ഖുശൂഅ് ഉണ്ടാക്കിയെടുക്കുന്നത് ചിലപ്പോൾ കാണാം. അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ശബ്ദമൊക്കെ മാറ്റിയിട്ട് കുറെ അപ്പുറത്ത് നിന്ന് തക്ബീറൊക്കെ വലിച്ച് പറഞ്ഞതിലും അപ്പുറം ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ തക്ബീർ തന്നെ ഒരു 4 or 5 ഒക്കെ അതല്ല നിസ്കാരം, അതല്ല ഖുശൂഅ്. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൽ നമുക്ക് മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോവാത്ത വിധത്തിൽ നമ്മെ നിയന്ത്രിക്കാൻ, ആത്മനിയന്ത്രണത്തിന് വിധേയമാക്കാൻ കഴിയാം. അതെവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നത് മുതൽ തുടങ്ങണം.
ഖുശൂ ലഭിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ബാങ്ക് വിളിക്ക് ഉത്തരം നൽകുക എന്നതാണ്. നിസ്കാരത്തിൽ നമുക്ക് ഖുശൂ വേണോ? ബാങ്കിനെ ശ്രദ്ധിക്കണം, ആ ബാങ്കിന് ഉത്തരം നൽകണം, ബാങ്കിന് ശേഷം ദുആ ചെയ്യണം. രണ്ടാമത് ശരിയായ രൂപത്തിൽ വുളൂ ചെയ്യുക എന്നതാണ്. നല്ല നിലയിലായിരിക്കണം നമ്മുടെ വുളൂ. വുളൂവൊക്കെ എടുക്കുന്ന അവസരത്തിൽ ചില ആളുകൾ വുളൂ എടുക്കുമ്പോൾ വിഷമം തോന്നിപ്പോകും. പെട്ടെന്ന് തന്നെ ഓടി വന്ന് നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുക്കുമ്പോൾ കൈയൊക്കെ കഴുകുന്ന അവസരത്തിൽ പൂർണ്ണമായും കഴുകാതെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട്, ഏതെല്ലാം സുന്നത്തുകൾ പറഞ്ഞു ആ സുന്നത്തുകൾ കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് ആ വുളൂ പൂർണ്ണമാവുക. അഹ്സന എന്നാണ് ഹദീസുകളിൽ പ്രയോഗിച്ചത്. നല്ല വുളൂ ആവുക, നല്ല വുളൂ, പൂർണ്ണമായ വുളൂ, വുളൂവിന് ശേഷമുള്ള ദുആ ഇത് നാം നിർവഹിക്കുക. മൂന്നാമത് മിസ്വാക്ക് ചെയ്യുക, ബ്രഷ് ചെയ്യുക, എന്നിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഇത് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഖുശൂ ലഭിക്കാനുള്ള കാര്യം ഒന്ന്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, രാജാധിപനായ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നിൽക്കുക. നാം മറ്റൊരാളെ മുന്നിൽ സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ ഫേസ് കൊടുത്തില്ലെങ്കിൽ, മുഖം കൊടുത്തില്ലെങ്കിൽ പലരും പറയും, എന്താണ് അയാളോട് സംസാരിച്ചു, നീ എവിടെയാണോ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കൂലേ, ഇങ്ങോട്ട് നോക്കി സംസാരിക്കണോ എന്ന് പറയൂലേ. നിസ്കാരത്തിൽ ആ ശ്രദ്ധ മുഴുവനും രാജാധിപനായ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടെ നാം നിസ്കരിക്കണം. മുന്നിൽ ഒരാൾ നമ്മെ നോക്കുന്നവനായി ഉണ്ട് എന്ന ബോധം വേണം. അതല്ലേ ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചില്ലേ, ഫാഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു തരൂ നബിയേ എന്ന് ചോദിച്ചപ്പോൾ, എന്ത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ ആരാധിക്കുന്നവനായ ആരാധ്യനെ നിനക്ക് കാണാൻ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും നിന്നെ അവൻ സദാ സമയത്തും കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നീ എല്ലാ ആരാധനയും നിർവഹിക്കണം. അതാണ് ഇഹ്സാൻ. പടച്ച തമ്പുരാൻ ആ ഇഹ്സാൻ അനുസരിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാക്കി നമ്മുടെ നിസ്കാരം മാറ്റുമാറാവട്ടെ. മറ്റൊന്ന്, നിസ്കാരത്തിൽ തന്നെ ഖുശൂ ലഭിക്കണമെങ്കിൽ ഓതുന്നതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം. ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ ഒരു മാസക്കാലം ചർച്ച ചെയ്തതായിരുന്നു. ദുഹ്ർ നിസ്കാരം കഴിഞ്ഞതുപോലെ ഒരു റമദാനിൽ ഫാത്തിഹയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്, പൂർണ്ണമായും ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓതുന്ന ചെറിയ സൂറത്തുകളെ കുറിച്ച് പഠിക്കണം. ദിക്റിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞു ഓതണം. അതുപോലെ നോക്കുന്ന നോട്ടം അത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെയാക്കണം. അടക്കവും അനക്കവും അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിസ്കാരം മറ്റെല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ വിശപ്പുള്ള സമയത്ത് നിസ്കരിക്കരുത്, കറാഹത്താണ്. അതുകൊണ്ടാണ് കറാഹത്താണ് എന്ന് പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം നിസ്കരിക്കാൻ പാടില്ല. ആ സമയത്ത് നിസ്കരിച്ചാൽ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടില്ല. നോമ്പിന്റെ വിഷയമല്ല പറഞ്ഞു. നോമ്പിന്റെ തുക നിസ്കരിക്കുമ്പോൾ വിശപ്പൊക്കെ ഉണ്ടാവും, അത് നിർബന്ധിതമായ വിശപ്പാണ്. അല്ലാത്ത സമയങ്ങളിൽ അപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. അതുപോലെ തന്നെ ശബ്ദ നിയന്ത്രണങ്ങൾ, ശബ്ദ കോലാഹലങ്ങൾ ഉള്ളിടത്ത് നിന്ന് മാറി നിസ്കരിക്കണം. ഇപ്പൊ ശബ്ദം ഉണ്ടാക്കുന്ന സാധനം നമ്മളെ കയ്യിൽ തന്നെയാണ് അല്ലേ, അതുമായിട്ടാണ് വരുന്നത്. ശബ്ദം ഉണ്ടാക്കാനാണ് നമ്മൾ വരുന്നത്. അപ്പൊ അത് ഓഫ് ചെയ്ത് കയറുകയോ അല്ലെങ്കിൽ സൈലന്റ് ആക്കുകയോ വേണം. മൊബൈൽ നമ്മുടെ നിസ്കാരത്തിന്റെ ശ്രദ്ധ തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഖുശൂഉള്ള നിസ്കാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഖുശൂഉള്ള നിസ്കാരം ലഭിച്ചാൽ മാത്രമേ നിസ്കാരം കൊണ്ടുള്ള റിസൾട്ട്, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മോശത്തരങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന നല്ല നിസ്കാരമായി നമ്മുടെ നിസ്കാരം മാറുകയുള്ളൂ. ആ വിധത്തിൽ നിസ്കരിച്ചെങ്കിലാണ് നമ്മൾ മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മുഹ്സിനീങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അല്ലദീന യുഖീമൂനസ് സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. രണ്ടാമത് പറയുന്നു യുഅ്തൂന സകാത്ത്,
സകാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുമായി കൊടുത്തു വീട്ടേണ്ട ഇടപാടാണ്. പടച്ച റബ്ബുമായി കണക്റ്റഡ് ആണെങ്കിൽ സകാത്ത് എന്ന് പറയുന്നതോ അത് ജനങ്ങളുമായുള്ള കണക്ട് ചെയ്ത വിഷയമാണ്. അപ്പൊ മനുഷ്യരുമായി ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ നാം ചെയ്തു കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിടങ്ങളിലൊക്കെ 30 സ്ഥലങ്ങളിൽ കൂടെ 27 സ്ഥലത്തും സകാത്തിനെയാണ് പ്രതിപാദിക്കുന്നത്. നിസ്കരിക്കാൻ പറഞ്ഞിടത്തൊക്കെ സകാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നു. അപ്പോൾ സമ്പത്തുള്ള ആളുകൾ അതിന്റെ വിഹിതമായി പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവകാശമാണ്. അവർക്ക് അർഹിക്കുന്ന അർഹമായ അവകാശം നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന നമ്മുടെ സമ്പത്ത് മുഴുവനും ദുഷിച്ചു പോകും. നമ്മുടെ സമ്പത്ത് മുഴുവനും ദുഷിച്ചു പോകും. അപ്പോൾ നമ്മുടെ സമ്പത്തിന് സംരക്ഷണം വേണോ? നമ്മുടെ സമ്പത്ത് വളരണോ? നമ്മുടെ സമ്പത്തിൽ ഉയർച്ച വേണോ? സകാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, നന്മ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ, ഈമാനുള്ളവർ, നിസ്കരിക്കുകയും അതുപോലെ തന്നെ അവർ സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. സകാത്ത് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? വമാ ആതൈതും മിൻ റിബൻ ലിയർബു ഫീ അംവാലിൻ നാസി ഫലാ യർബു ഇൻദല്ലാഹ്. സകാത്തും പലിശയും തമ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ചില ആളുകൾ പലിശ കൊടുക്കും, എന്നാൽ പലിശ കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ എനിക്ക് ലാഭം കിട്ടി എന്ന് തോന്നിപ്പോകും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ലാഭമല്ല. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് സകാത്ത് നിങ്ങൾ മുറ പോലെ കൊടുക്കുന്നവരാണോ? ഉലൈക ഹുൽ മുളഇഫൂൻ, അവർക്ക് അല്ലാഹു തആല ഇരട്ടി നൽകും എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. സകാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വർധനവ് എന്നാണ്, ശുദ്ധീകരണം എന്നുമാണ്. അപ്പോൾ ഏതൊരാൾ സകാത്ത് കൊടുക്കുന്നോ അതിലൂടെ വലിയ നേട്ടം അയാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. ഒരു കിണറ്റിലെ വെള്ളം പോലെയാണ്. കിണറ്റിൽ നിന്ന് വെള്ളം അത് കോരിക്കൊണ്ടിരിക്കുകയാണ്, മോട്ടോർ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലതാ പുതിയ നീരുറവകൾ വരുന്നു. അതടിക്കാതെ അവിടെ തന്നെ വെച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മൊത്തം വെള്ളം എടുക്കണം ഒരാൾ തീരുമാനിച്ചാൽ കഴിയോ? ചീത്തയായി പോകും, മൊത്തം ദുഷിച്ചു പോകും. ആ വെള്ളം പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതുപോലെയാണ് സകാത്ത് കൊടുക്കാത്തവന്റെ പണം, സകാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം. ഇതുപോലെയാണ്. നമുക്ക് ഭാഗ്യമായി അത് അനുഭവപ്പെട്ടില്ലെങ്കിലും ഒരു പക്ഷേ അവൻ ഈ ദുനിയാവിലും ആഖിറത്തിലും ആ സമ്പത്ത് കൊണ്ട് പരാജയപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് കൊടുക്കുന്നവർ, സദഖ കൊടുക്കുന്നവർ, അവർക്ക് എത്രയാ മഹത്വം പറഞ്ഞതെന്നറിയോ? അവർക്ക് എന്തുകൊണ്ടാ വർധനവ് ലഭിക്കാൻ കാരണമെന്നറിയോ? മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാൻ, ഓരോ ദിവസവും പ്രഭാത സമയത്തു തന്നെ 2 മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആകാശലോകത്ത് നിന്ന് അവർ ഇറങ്ങി വരുന്നു. ഫയഖൂലു അഹദുമാ, രണ്ടിൽ നിന്നുള്ള ഒരാൾ പറയുന്നത്, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, പടച്ചോനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സകാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് നീ ഇനിയും അവർക്ക് നൽകിക്കൊണ്ടിരിക്കണേ എന്ന് പറയുകയും വയഖൂലുൽ ആഖിറു അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, കൊടുക്കാതെ അർഹിഷന്മാരായി നിൽക്കുന്ന ആളുകൾ, പാവപ്പെട്ടവനും അവന്റെ അർഹമായ വിഹിതം പോലും വിട്ടുകൊടുക്കാത്തവർക്ക് നീ നാശം വിതച്ചു കൊടുക്കണേ എന്ന് പറയുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ സകാത്ത് കൊടുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർധനവ് നൽകുന്നു. സകാത്ത് കൊടുക്കാതിരിക്കുന്നതിലൂടെ വലിയ നാശനഷ്ടവും സംഭവിക്കുന്നു. അപ്പൊ സകാത്ത് കൊടുക്കണം. അല്ലദീന യുഖീമൂന സ്വലാ വയുഅ്തൂന സകാത്ത്, 5 നേരം നിസ്കരിക്കുന്ന പല ആളുകളും 5 നേരം നിസ്കരിക്കും, അതിന്റെ ശർത്തും ഫർളും ഒക്കെ നോക്കും.
പക്ഷേ പലരും വേണ്ട വിധത്തിൽ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവില്ല. വളരെ അപകടമാണ്, വളരെ അപകടമാണ്. ഇനി കൊടുക്കുന്ന ആളുകൾ തന്നെ അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കുകയുമില്ല. ഒരു റമദാൻ വരുമ്പോൾ 27-ാം രാവിനോ മറ്റോ ആർക്കെങ്കിലും കുറച്ചു കൊടുത്ത് ഇതെന്റെ സക്കാത്താണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. താൻ ചെയ്യുന്ന ബിസിനസ് ഏതാണ്, തനിക്ക് അതിൽ കൊടുക്കാൻ അർഹതയുണ്ടോ, എത്ര എത്തിയാലാണ് കൊടുക്കേണ്ടത്, എല്ലാം പഠിച്ചിരിക്കണം ഒരു ബിസിനസ്സുകാരൻ. വെറും ബിസിനസ് മാത്രമല്ല, 8ഓളം വരുന്ന ഇനങ്ങളിൽ സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഇനങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾ അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്തുകൊണ്ടേയിരിക്കണം. നിസാബെത്തിയാൽ സക്കാത്ത് കൊടുക്കണം. അതെത്രയാണ് എത്തേണ്ടത് എന്ന കണക്ക് എത്തിക്കഴിഞ്ഞാൽ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു വർഷം ഹൗല് പൂർത്തിയാവുക, ഒരു വർഷം അറബി കലണ്ടറിൽ മുഹറം 1-നാണ് തുടങ്ങിയതെങ്കിൽ അടുത്ത മുഹറം 1 അതിന്റെ കണക്ക് എത്രയാണ് കൂട്ടി നോക്കിയിട്ട് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്നവരാവണം. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു, അറബ് ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ, ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല, സക്കാത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ഉടനെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു. അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അപ്പോൾ ചോദിച്ചു, കൈഫ തുഖാതിലു നാസ വഖദ് ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ ഉഖാതില നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളോട് യുദ്ധം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മാനദണ്ഡം അയാൾ ഇസ്ലാമിലേക്ക് എത്തുന്നത് വരെയല്ലേ, അവരിപ്പോൾ മുസ്ലിങ്ങളല്ലേ, അവരോട് യുദ്ധം ചെയ്യേണ്ടതുണ്ടോ എന്ന ഭാവത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രതികരിച്ചപ്പോൾ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. സകാത്ത് കൊടുക്കാതെ വെറും നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാവൂല. സകാത്ത് എന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. അത് നിഷേധിച്ചാൽ അവനെതിരെ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എത്രത്തോളം വലൗ മനഊനി അഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അവർ കൊടുത്തുകൊണ്ടിരുന്ന ഒട്ടകത്തിന്റെ ഒരു കയർ പോലും എനിക്ക് തരാതെ പിടിച്ചു വച്ചാൽ ഞാൻ അതിനു വേണ്ടി വരെ വാശി പിടിക്കും എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സക്കാത്ത് കൊടുക്കണം, സാമൂഹികമായ ബാധ്യതയാണ്. അവരാണ് മുഹ്സിനീങ്ങൾ. അല്ലാഹു പറയാ, അല്ലദീന യുഖീമൂന സ്വലാത്ത്, നിസ്കാരം നിർവഹിച്ചാൽ പോരാ, വയുതൂന സക്കാത്ത്, അവർക്ക് അല്ലാഹു നൽകിയ വിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. സകാത്ത് കൊടുക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സകാത്ത് എന്തിനാണ് കൊടുക്കാൻ പറഞ്ഞത്? വിവിധങ്ങളായ ഹിക്മത്തുകൾ അതിലുണ്ട്. ഒന്നാമത് സമ്പത്തിനെ ശുദ്ധീകരിക്കുകയും ആ സമ്പത്തിൽ ഒരു പരിപോഷണം ഉണ്ടാവുകയും ചെയ്യുക, ബറക്കത്തുണ്ടാവുക, അതിനു വേണ്ടിയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, വനിഖ്തു സഫീനത്തുൻ ബിമാ ഫിഹാ, നല്ല ചരക്കുകളോട് കൂടെ പോകുന്ന ഒരു കപ്പല് മുങ്ങി നശിച്ചു. കപ്പല് മുങ്ങി നശിച്ചപ്പോൾ ഫമാ നജാ മിൻഹാ ഇല്ലാ റജുലുൻ വാഹിദ്, ഒരു മനുഷ്യൻ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. വമാലുഹു, അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതിൽ നിന്ന് രക്ഷപ്പെട്ടു.
കപ്പൽ മുങ്ങിയാൽ യഥാർത്ഥത്തിൽ മുഴുവൻ നശിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരാളും അയാളുടെ സമ്പത്തും മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുമായി രക്ഷപ്പെട്ടത്? അദ്ദേഹം പറയാണ്, ഇന്നീ കുന്തു ഈ എന്റെ സകാത്തിന്റെ മാല് ഞാൻ ഓരോ വർഷവും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാറുള്ള മനുഷ്യനാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മാ ഹലക മാലുൻ ഫീ ബർരിൻ വലാ ബഹരിൻ ഇല്ലാ ബിഹബ്സി സകാത്ത്. സകാത്ത് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെടുന്നത്, എല്ലാ സമ്പത്തും നശിച്ചു പോകുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് കൊടുക്കാതെ ഇങ്ങനെ വെച്ച ധനായിരിക്കും. അപ്പൊ എന്താവും? അദ്ദേഹത്തിന് അല്ലാഹു വലിയ അസുഖം കൊടുക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ലക്ഷക്കണക്ക് കോടിക്കണക്ക് വെറുതെ പൊട്ടിച്ചാണ്. അല്ലാഹു കൊടുക്കാണ്, പരീക്ഷണം വരും. സകാത്ത് കൊടുക്കാതിരുന്നാൽ കൊടുക്കേണ്ടവർ, അതിനർഹതപ്പെട്ടവർ, അർഹമായവർക്ക് കൊടുക്കാതിരുന്നാൽ പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരും. സകാത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ശരീരത്തിൽ നിന്നൊരു ഭാഗങ്ങൾ പോവില്ലേ എന്ന് തോന്നും. അതാണ് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ, അല്ലേ? യഥാർത്ഥത്തിൽ അത് ഈ നമ്മുടെ ചെടികൾക്കൊക്കെ അത് വളർന്നു വലുതാകുന്നതിന് വേണ്ടി പ്രത്യേകമായും അതിൽ നിന്നുള്ള ചില ചില്ലികൾ വെട്ടിമാറ്റാറുണ്ട്. ആ ചില്ലികൾ വെട്ടിമാറ്റുന്നത് എന്തിനാണ്? കൂടുതൽ വളർച്ച കിട്ടുന്നതിന് വേണ്ടിയാണ്. ചെറിയ കമ്പുകളൊക്കെ വെട്ടിമാറ്റി അതിനെ നല്ല മരങ്ങളാക്കി വളർത്താൻ, കാതലുള്ള മരങ്ങളാക്കി വളർത്തുന്നതിന് വേണ്ടിയാണ് ചെടികളിലെല്ലാം പ്രൂണിംഗ് എന്ന് പറയുന്ന സിസ്റ്റം. ആ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ സകാത്തിലൂടെ നമ്മൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു 2.5% കൊടുക്കാനേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. 100 രൂപയുണ്ടെങ്കിൽ 2.50 2.5 രൂപ കൊടുക്കാനാണ് അല്ലാഹു പറഞ്ഞത്. എന്നാൽ അതുപോലും കൊടുക്കാതിരിക്കുന്നവർ, ആ മനുഷ്യർക്ക് അല്ലാഹുവിന്റെ പരീക്ഷണം എത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്, ഈ ഭൂമി ലോകത്തുള്ള ശിക്ഷയാണ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് കൊടുക്കാൻ നിയമിച്ചത്, നമ്മോട് പറഞ്ഞത്, അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണ്. സമൂഹത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കണമെങ്കിൽ സകാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. സകാത്ത് കൊടുക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലേക്കും പണമെത്തുന്നു. അങ്ങനെ പാവപ്പെട്ടവൻ അവൻ മെല്ലെ മെല്ലെ കരകയറി വരുന്നു. അതിന്റെ യാഥാർത്ഥ്യമല്ലേ കൃത്യമായി മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. യഹ്യ ബിൻ സഈദ് എന്ന മഹാൻ പറയാണ്, ബഅസനി ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇലാ സദഖാതി ഫിരിഖിയ. ആഫ്രിക്കയിലുള്ള സകാത്തുകളെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് എന്നെ പറഞ്ഞയച്ചു, നേതാവായി എന്നെ പറഞ്ഞയച്ചു. ഞാൻ അവിടെ എത്തി സകാത്തുകളൊക്കെ പിരിച്ചെടുത്തു. പക്ഷേ ഞാൻ ഫഖീറന്മാരെ അന്വേഷിച്ചു, എനിക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണകാലത്ത് പാവപ്പെട്ടവനായി ഒരാളെ പോലും എനിക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് യഹ്യ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അപ്പോൾ സകാത്ത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇടയിൽ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടാവുകയില്ല. കൊടുക്കാത്തത് കൊണ്ടാണ്. കൊടുക്കും, ആരെങ്കിലൊക്കെ വന്ന് ചോദിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ സകാത്താണെന്ന് പറയും. ഏതെങ്കിലുമൊക്കെ സമയത്ത് കൊടുക്കും. അത് കൃത്യമായി കണക്കാക്കി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യൽ നിർബന്ധ ബാധ്യതയാണ്. ഇന്ന് ലോകത്തുള്ള പണങ്ങളെല്ലാം 1% ആളുകളുടെ കയ്യിൽ പെട്ടുകിടക്കുകയാണ് എന്നാ പറയുന്നത്. അതിസമ്പന്നനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ദരിദ്രൻ അതിദരിദ്രനായി മാറിക്കൊണ്ടേയിരിക്കുന്ന ലോക കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് സ്വതക്കകളും സകാത്തും കൊടുക്കണം എന്ന് പറഞ്ഞത്. സകാത്ത് കൊടുക്കാത്ത കാലം വന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലം വന്നാൽ നിങ്ങൾക്ക് മഴ തടയപ്പെടുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഴയില്ലാതെയാവും,
വരൾച്ച കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സകാത്ത് കൊടുക്കാതിരുന്നാൽ ഈ ഭൂമി ലോകത്ത് നിന്ന് നമ്മൾ അനുഭവിക്കും എന്ന് മാത്രമല്ല, അവരുടെ മുഴുവൻ സമ്പത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കും. ആ ഒരു സംഭവം, അങ്ങനെ നശിപ്പിച്ച ഒരു സംഭവം സൂറത്തുൽ ഖലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. അസ്ഹാബുൽ ജന്ന എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ യമനിന്റെ ബോർഡറിൽ താമസിച്ചിരുന്നവരാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ജീവിച്ചു പോയത്. ആ മനുഷ്യരെ പോലെ നിങ്ങളെ പരീക്ഷിക്കും എന്ന് മക്കയിലെ കുഫാറുകളോട് അല്ലാഹു പറയുന്നുണ്ട്. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ സ്വഹാബൽ ജന്നതി ഇദാ ഖസമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. അസ്ഹാബുൽ ജന്നക്ക് സംഭവിച്ച സംഭവം എന്താണെന്നറിയോ? അവരുടെ ഉപ്പാപ്പയുണ്ടായിരുന്നു, വലിയ തോട്ടമാണ് അവർക്ക്. ആ കായ്ക്കനികളൊക്കെ വളർന്ന് വലുതായി പാകപ്പെടുന്ന സാഹചര്യത്തിൽ ഉപ്പാപ്പ എല്ലാ പാവങ്ങൾക്കും മെസ്സേജ് കൊടുക്കും, ഞങ്ങൾ വിളവെടുക്കാൻ പോകുന്നു, വിളവെടുപ്പ് നടക്കുന്ന ദിവസമാണ്, നിങ്ങൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞവരെ ക്ഷണിക്കുമായിരുന്നു. എന്നാൽ ഉപ്പാപ്പ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളുടെ കയ്യിലാണ് അധികാരം വന്നത്. അവരെന്ത് പറഞ്ഞു? വിളവെടുപ്പിന്റെ കാലത്ത് തലേ ദിവസം അവർ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞത് ഖുർആൻ പറയുന്നു, അനിഖ്തു അലാ ഹർസികും ഇൻ കുൻതും സാരിമീൻ. അവർ തീരുമാനമെടുക്കുകയാണ്, നമുക്ക് നല്ല പ്രഭാതത്തിൽ തന്നെ പോകണം, നമ്മുടെ ചെരിപ്പടി ശബ്ദങ്ങൾ പോലും പാവപ്പെട്ടവരായ ആളുകൾ കേൾക്കാൻ പാടില്ല. അങ്ങനെ അവരെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കലേക്ക് എത്തുകയും ഇതിന്റെ സകാത്തും സ്വതക്കയും ഒക്കെ ചോദിച്ചു വാങ്ങുകയും ചെയ്യും അവർ. അതുകൊണ്ട് അവരെത്താതെ മുഴുവൻ ധനവും നമുക്ക് തന്നെ സമ്പാദിക്കണം. ഒരാൾക്കും ഒരു നയാ പൈസ പോലും നമ്മുടെ തോട്ടത്തിൽ നിന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞ സ്വഹാബുൽ ജന്ന എന്ന് പറഞ്ഞ വിഭാഗം. പിറ്റേ ദിവസം അവർ രാവിലെ നേരാം വെളുപ്പിന്റെ കാലത്ത് അവർ പോകുന്നു. ആരും എഴുന്നേൽക്കാത്ത അതിപ്രഭാത സമയത്ത് തന്നെ അവരുടെ തോട്ടം ലക്ഷ്യമാക്കി അവർ നടക്കുന്നു. തോട്ടത്തിലെത്തിയപ്പോഴോ ഖുർആൻ പറയുന്നു, നല്ല തീരുമാനമൊക്കെ എടുത്തു വന്നവരാണ്. പക്ഷേ അവരെവിടെ എത്തി നോക്കിയപ്പോൾ അവർ പറയാണ്, നമുക്ക് വഴിപിഴച്ചു പോയോ. കാരണം അത് വെണ്ണീറായി പോയിരിക്കുന്നു. അവരെവിടെ എത്തി നോക്കിയപ്പോൾ അത് വെണ്ണീറാക്കി മാറ്റിയിരിക്കുന്നു. അല്ലാഹു കൊടുത്ത ശിക്ഷയാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, നമ്മൾ ഗൂഗിൾ മാപ്പ് പഴപ്പിച്ചു എന്ന് തോന്നുന്നു എന്നവര് പറഞ്ഞു. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചതാണ്, നമ്മൾ രാവിലെ അല്ലേ പോകുന്നത് എന്നവർ പറഞ്ഞു. ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് വഴി ഞങ്ങൾക്ക് പിഴച്ചു പോയതാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തോട്ടത്തെ മാറ്റിയത് കത്തിച്ചാമ്പലാക്കി കളഞ്ഞു. ഇന്നലകളിൽ നല്ല വിളവെടുപ്പ് നടത്തിയിരുന്ന, സുഭിക്ഷമായ ഭക്ഷണം കിട്ടിയിരുന്ന, നല്ല വിളവ് കിട്ടിയിരുന്ന ഒന്നാം നമ്പർ തോട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമല്ലാതെയാക്കിയത് അവരുടെ തീരുമാനമായിരുന്നു. ഒരു പാവപ്പെട്ടവനും ഒന്നും നാം കൊടുക്കുകയില്ല. അല്ല, ഒരു പാവപ്പെട്ടവനും നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് ഒരു വിഹിതവും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ തോട്ടത്തെ നാമാവശേഷമാക്കിയത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് സകാത്ത് അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം, ഇല്ലാത്തവർക്ക് ഈ ഭൂമി ലോകത്ത് തന്നെ ശിക്ഷ അല്ലാഹു കൊടുക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പഠിക്കണം. ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, സമ്പാദ്യങ്ങളുള്ളവർ, സ്വർണ്ണങ്ങളുള്ളവർ എല്ലാം അതേക്കുറിച്ച് പഠിക്കുകയും കൃത്യമായി സകാത്ത് നിർവഹിക്കുകയും ചെയ്യണം. ആഖിറത്തിലും വലിയ ശിക്ഷയുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അവരവിടെ പിടിച്ചു വെച്ചിരുന്ന, അവരെ പിശുക്ക് കാണിച്ചിരുന്ന സമ്പാദ്യം
അത് മുഴുവനും നാളെ അവരുടെ കഴുത്തിൽ അണിയപ്പെടുമെന്നാണ്. ഏത് രൂപത്തിലാണ് കഴുത്തിൽ അണിയപ്പെടുക എന്നറിയോ? ഹബീബായ തങ്ങൾ പറയുന്നു, മൻ ആതാഹു അല്ലാഹു മാലൻ ഫലം യുഅത്തി സകാതഹു, ഒരാൾക്ക് അല്ലാഹു സമ്പാദ്യം കൊടുത്തു പക്ഷേ സകാത്ത് കൊടുത്തില്ല, മുസ്തില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ നഖറ. ശുജാഅൻ നഖറ എന്ന് പറയുന്ന ഒരു പാമ്പിനെ അല്ലാഹു തആല യുതവഖു യൗമൽ ഖിയാമ, അവന്റെ കഴുത്തിൽ ചുറ്റപ്പെട്ടതായിട്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് ആ പാമ്പ് ഇങ്ങനെ കൊത്തും അവനെ. കൊത്തിയിട്ട് പാമ്പ് പറയാണ്, നീ സൂക്ഷിച്ചു വെച്ചിരുന്ന നിന്റെ ധനമില്ലേ, അനമാലുക, ഞാൻ നിന്റെ ധനമാണ്, നീ സൂക്ഷിച്ചു വെച്ച നിന്റെ ധനമാണ് ഞാൻ എന്ന് പറഞ്ഞ് ആക്രമിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമ്പാദ്യമുള്ളവർ അതിന്റെ സകാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതാ ഖുർആൻ ലുഖ്മാൻ സൂറത്തിലൂടെ അല്ലാഹു പറഞ്ഞു തരുന്നത് ഹുദം വ റഹ്മത്തുൽ ലിൽ മുഹ്സിനീൻ. ഖുർആൻ ഹുദയും നേർമാർഗവും നന്മയുമാകുന്നതാർക്കാണ്? അല്ലദീന യുഖീമൂന സ്വലാ, നിസ്കാരം നിലനിർത്തുകയും വയുതൂന സകാത്ത് കൊടുത്തു വെട്ടുന്നവരുമാണ്. മൂന്നാമത് വിശേഷം പറഞ്ഞത് വഹും ബിൽ ആഖിറതി ഹും യുഖിനൂൻ, ആഖിറത്തിൽ യഖീനുള്ള ആളുകൾക്കാണ്. ആരാണ് ആഖിറത്തിൽ യഖീനുള്ള ആളുകൾ? അവരങ്ങനെ യഖീനോടെ ജീവിച്ചാൽ എന്താണ് അവർക്ക് കിട്ടുന്ന നേട്ടം? തൊട്ടടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു പറയുകയാണ്. നമുക്ക് ചർച്ച ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മ അവസാനിപ്പിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്